വെൽക്കം ടു യുവർ ഓൺ കേരള PSC. മൈ നെയിം ഈസ് നവനീത്. എക്കണോമിക്സിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷെയർ മാർക്കറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഓഹരി വിപണിയെക്കുറിച്ചാണ്. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ലോകത്തിലെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലോകത്തെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അതിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നത് ഡൗ ജോൺസ് എന്ന പേരിലാണ് അതിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നത്. ഇതിൻ്റെ ആസ്ഥാനം, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് മറ്റൊരു അമേരിക്കൻ ഓഹരി വിപണിയായ നാസ്ഡാക്കിനെ കുറിച്ചാണ്. അതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നത് ഇൻഫോസിസ് ആണ് ആദ്യമായിട്ട് നാസ്ഡാക്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് ഏറ്റവും പഴയ ഇന്ത്യയിലെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. എന്നാലും ഇന്ത്യയിലെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇത് നിലവിൽ വന്നത് 1875ലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. ഇതിൻ്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നത് സെൻസെക്സ് എന്ന പേരിലാണ്. മുംബൈയിലാണ് ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. മുംബൈയിലെ ദലാൽ സ്ട്രീറ്റ്, എക്സാക്ട് പ്ലേസ് എന്ന് പറയുന്നത് ദലാൽ സ്ട്രീറ്റ് ആണ്. മുംബൈ ദലാൽ സ്ട്രീറ്റ്, അവിടെയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് പറയാനുള്ളത് ദീപക് മൊഹാനിയാണ് സെൻസെക്സ് എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ദീപക് മൊഹാനി എന്ന് പറയുന്ന വ്യക്തിയാണ് സെൻസെക്സ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. DS പ്രഭുദാസ് ആൻഡ് കമ്പനിയാണ് ആദ്യമായിട്ട് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനി എന്ന് പറയുന്നത് DS പ്രഭുദാസ് ആൻഡ് കമ്പനിയാണ്. പിന്നീട് നമുക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചാണ്. ഇത് നിലവിൽ വന്നത് 1992ലാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875ലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992ലുമാണ് നിലവിൽ വന്നത്. ഫെർവാനി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്. മുംബൈ തന്നെയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനവും. മുംബൈയാണ് ഇതിന്റെ ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നത് നിഫ്റ്റി എന്ന പേരിലാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക അറിയപ്പെടുന്നത്. പിന്നീട് പറയാനുള്ളത് ഒരു റെഗുലേറ്ററി ബോഡിയെ കുറിച്ചാണ്. അത് സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് 1988ലാണെങ്കിലും അതിന് ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുന്നത് 1992 ഏപ്രിൽ 12ഓടുകൂടിയാണ്. 1992 ഏപ്രിൽ 12ഓടുകൂടിയാണ് സെബിക്ക്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുന്നത്. ഈ സെബിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിൽ തന്നെയാണ്. പിന്നീട് നമുക്ക് പറയാനുള്ളത് കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചാണ്. ഇത് നിലവിൽ വന്നത് 1978ലാണ്. പിന്നീട് 2 ടേംസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ബുള്ളും ബിയറും. ബുൾ എന്ന് പറയുന്നത് ഓഹരി വിപണിയിലെ ഉയർച്ചയെയും ബിയർ എന്ന് പറയുന്നത് ഓഹരി വിപണിയിലെ താഴ്ചയെയും സൂചിപ്പിക്കുന്നു. പിന്നീട് പറയാനുള്ളത് പ്രൈമറി മാർക്കറ്റ് എന്താണ്, റെക്കോർഡ് മാർക്കറ്റ്, ദ്വിതീയ വിപണി. പ്രൈമറി മാർക്കറ്റ് പ്രാഥമിക വിപണി, റെക്കോർഡ് മാർക്കറ്റ് ദ്വിതീയ വിപണി. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് പ്രൈമറി മാർക്കറ്റിലാണ്. അതിലാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങും ഫോളോ പബ്ലിക് ഓഫറും ഉൾപ്പെടുന്നത് ഈ പ്രൈമറി മാർക്കറ്റിലാണ്. ഓൾറെഡി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള, ഓൾറെഡി ലഭ്യമായിട്ടുള്ള ഓഹരികൾ ട്രേഡ് ചെയ്യുന്നത് റെക്കോർഡ് മാർക്കറ്റ് അല്ലെങ്കിൽ ദ്വിതീയ വിപണിയിലാണ്. പിന്നീട് നമുക്ക് പറയാനുള്ളത് അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് അത് 1894ലും കൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് 1908ലുമാണ്. കൽക്കത്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1908ലും അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1894ലുമാണ് നിലവിൽ വന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഓഹരി വിപണിയെക്കുറിച്ച് പറയാനുള്ളത്. ക്ലാസ്സുകൾ ഇനിയും തുടരുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി.